ശുഭാൻശു ശുക്ല അടക്കമുള്ള ആക്സിയം 4 ദൗത്യ സംഘവുമായുള്ള പേടകം അല്പസമയത്തിനകം തന്നെ സ്പ്ലാഷ് ഡൗൺ ചെയ്യും. 3 മണിയോടെ പസഫിക് സമുദ്രത്തിന്റെ കാലിഫോർണിയ തീരത്ത് ഡ്രാഗൺ പേടകം പതിക്കും. ഇന്നലെ വൈകിട്ട് 4:30യോടെയാണ് സംഘം ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര തിരിച്ചത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അനേന സതീഷ് നമുക്കൊപ്പം ചേരുകയാണ്. അനേന, ലോകം കാത്തിരിക്കുന്ന നിമിഷമാണ്, രാജ്യം കാത്തിരിക്കുന്ന നിമിഷമാണ്. അല്പസമയത്തിനോടകം തന്നെ സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകും. ഇപ്പോൾ ആക്സിയം 4ന്റെ തത്സമയ സംപ്രേഷണത്തിൽ തന്നെ 8 മിനിറ്റും 15 സെക്കൻഡും മാത്രമാണ് ഇനി ഈ സ്പ്ലാഷ് ഡൗണിന് ബാക്കി ഉള്ളത്. സ്പേസ് ഷിപ്പിന്റെ പ്രത്യേക കപ്പലാണ്, സ്പേസ് എക്സിന്റെ കപ്പലാണ് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ കടലിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഒരുക്കങ്ങൾ? എവിടെ എത്തി ഇപ്പോൾ പേടകം? ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് പേടകം? പിന്നീട് സ്പ്ലാഷ് ഡൗണിനായുള്ള പ്രക്രിയകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. 3 മണിയോടെ കാലിഫോർണിയ തീരത്തിനടുത്ത് പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുമെന്നാണ് നമുക്കും ഇതുവരെ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ച ഇന്ത്യക്കാരൻ എന്നീ ചരിത്രങ്ങൾ കുറിച്ചുകൊണ്ടാണ് ശുഭാൻശു ഭൂമിയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് 3 മണിയോടെ വരാൻ പോകുന്നത്. 18 ദിവസത്തെ ബഹിരാകാശ നിലയത്തിൽ 18 ദിവസം തങ്ങിയ ശേഷമാണ് ഈ ആക്സിയം 4 ദൗത്യ സംഘം ഇന്ന് ഭൂമിയിലേക്ക് എത്തുന്നത്. 1 മണിക്കൂറോളം നീളുന്നതാണ് ഈ ഒരു സ്പ്ലാഷ് ഡൗൺ പ്രക്രിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു പ്രക്രിയ കൂടിയാണ് ഈ സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് 350 കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന സമയത്താണ് ഡി ഓർബിറ്റ് ബേൺ നടക്കുന്നത്. അതിൻ്റെ ഈ ഡി ഓർബിറ്റ് ബേൺ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിലാണ് പേടകത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത്. ഈ സമയത്ത് കടുത്ത ഘർഷണം മൂലം താപനില 2000 ഡിഗ്രി വരെ ഉയരാൻ 2000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഏകദേശം ഭൂമിയിൽ നിന്ന് 5.7 കിലോമീറ്റർ മുകളിൽ വെച്ചായിരിക്കും ആദ്യത്തെ 2 ഉപപാരച്യൂട്ടുകൾ വിടരുന്നത്. ഇത് ഈ 28,000 കിലോമീറ്റർ വേഗതയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഈ പേടകത്തിൻ്റെ ഈ 2 പാരച്യൂട്ടുകൾ വിടരുന്നതോടുകൂടി ഈ പേടകത്തിൻ്റെ വേഗത കുറയുന്നതായിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഡ്രാഗൺ പേടകം സമുദ്രനിരപ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന സമയത്ത് 4 പാരച്യൂട്ടുകൾ കൂടി വിടരും. ഇതാണ് ഈ ഒരു സ്പ്ലാഷ് ഡൗൺ പ്രക്രിയ എന്ന് പറയുന്നത്. ശേഷം ഇത് കടലിലേക്ക് പതിക്കുന്നു. ഈ പേടകം കടലിൽ ഇറങ്ങുന്നതോടുകൂടിയാണ് ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പേസ് എക്സിൻ്റെ കപ്പലെത്തി ഇവരെ തീരത്തേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷമാണ് ഇവരെ വിശ്രമത്തിനായി 7 ദിവസത്തെ ഒരു വിശ്രമം വേണമെന്ന് പറയുന്നുണ്ട്. അതായത് മറ്റ് ഒരു ഹ്രസ്വ കാലയളവിലാണ് ഇവർ ഒരു 18 ദിവസത്തോളമാണ് ഇവർ തങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിശ്രമം വേണ്ടിവരില്ല. 7 ദിവസത്തെ വിശ്രമം. ഇത് ഗുരുത്വാകർഷണ ബലവുമായി പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വിശ്രമം എന്ന് പറയുന്നത്. നമുക്കറിയാം ജൂൺ 25-നാണ് ഈ ആക്സിയം 4 ദൗത്യ സംഘം യാത്ര തിരിച്ചത്. ജൂൺ 26-ഓടുകൂടി അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ശുഭാൻശു ശുക്ല, അതുപോലെ തന്നെ പെഗ്ഗി വിറ്റ്സൺ ആയിരുന്നു ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ശുഭാൻശു ശുക്ലയാണ് മിഷൻ പൈലറ്റ് ആയിരുന്നത്. ഈ ശുഭാൻശുവിനൊപ്പം തന്നെ പെഗ്ഗി വിറ്റ്സൺ, കൂടാതെ സ്ലാവോസ് ഒസ്നാൻസ്കി വിസ്നിയേവ്സ്കി, അതുപോലെ തന്നെ ടിബോർ കപ്പോ, ഈ 3 പേരാണ് ദൗത്യ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ പ്രതീക്ഷിച്ച പോലെ തന്നെ കൃത്യമായി ഡോക്കിംഗ് പ്രക്രിയയൊക്കെ കൃത്യമായി നടന്നിരുന്നു. ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഓരോരുത്തരായി പ്രവേശിച്ചു. അതിനുശേഷം ശുഭാൻശു തന്നെ ആദ്യത്തെ സന്ദേശവുമായി നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. പിന്നീടുള്ള ഓരോ കാര്യങ്ങളും ശുഭാൻശു ഈ സന്ദേശങ്ങളിലൂടെയൊക്കെ ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ കൃത്യമായി 23 കിലോമീറ്റർ 22 കിലോമീറ്റർ അങ്ങനെ അവരുടെ ഓൾട്ടിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് വെറും 21 കിലോമീറ്ററിലേക്ക് അവരുടെ ഓൾട്ടിറ്റ്യൂഡ് കുറഞ്ഞിരിക്കുന്നു. മണിക്കൂറിൽ കിലോമീറ്റർ പെർ അവർ കണക്കിൽ 1459 സ്പീഡാണ്. ഇത് കുറച്ചുകൊണ്ട് വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ 1300-ലേക്ക് ആ സ്പീഡ് കുറഞ്ഞിരിക്കുകയാണ്. 1200-ലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. 1100-ലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. 17 കിലോമീറ്ററിലേക്ക് അവർ ഭൂമിയുമായിട്ടുള്ള, അതായത് സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്ന ശാന്ത സമുദ്രത്തിലെ കാലിഫോർണിയ തീരത്തോട് ചേർന്നിട്ടുള്ള ശാന്ത സമുദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് 16 കിലോമീറ്ററിലേക്ക് അവരുടെ വേഗം കുറഞ്ഞിരിക്കുകയാണ്. അനേക നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഭൂമിയുടെ ഓർബിറ്റിനെ പതിയെ വലയം വെച്ച് അതിൻ്റെ അതുമായിട്ടുള്ള അടുപ്പം, ഭൂമിയുമായിട്ടുള്ള അടുപ്പം കുറച്ചാണ് കൊണ്ടുവന്നത്. ഒരിക്കലും കുത്തനെ ഇറക്കാൻ സാധിക്കില്ല. കാരണം അത്രയധികം താപ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഭൂമിയുടെ അന്തരീക്ഷവുമായി പതിയെ ചേർന്നാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരെ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 11 കിലോമീറ്റർ ദൂരത്തിലേക്ക് മാത്രം ആൾട്ടിറ്റ്യൂഡ് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ
13 കിലോമീറ്റർ ആണ് നിലവിലെ സ്പീഡ് എന്ന് പറയുന്നത്. അത് ഓരോ നിമിഷങ്ങളിലും ഓരോ സെക്കൻഡിലും ആ സ്പീഡ് കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അവർ ഈ പേടകത്തിന് അകത്ത് അവർ അനുഭവിക്കുന്ന മർദ്ദം എന്ന് പറയുന്നത് 1.1 G ഫോഴ്സ് ആണ് എന്നുള്ളതാണ്. അങ്ങനെ ആ മർദ്ദവും കുറച്ചുകൊണ്ട് വരികയാണ്. നേരത്തെ അനിയനെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഉയർന്ന താപനില, ഉയർന്ന മർദ്ദം ഉൾപ്പെടെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് പ്രവേശിക്കും തോറും, അടുത്തു വരും തോറും അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുന്നുണ്ട്. സ്പ്ലാഷ് ഡൗണിലേക്ക് എത്തുകയാണ്. ഒരു പ്രധാനപ്പെട്ട പാരച്യൂട്ട് വിടർന്നിരിക്കുകയാണ്. ഇപ്പോൾ 4 കിലോമീറ്ററിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 3 കിലോമീറ്റർ, അത് 2 കിലോമീറ്റർ അടുത്തെത്തിയിരിക്കുന്നു. ഭൂമിയുടെ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 210 കിലോമീറ്റർ വേഗത്തിലാണ് പേടകം സഞ്ചരിക്കുന്നത്, ഡ്രാഗൺ പേടകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 2 കിലോമീറ്റർ മാത്രമാണ് സ്പ്ലാഷ് ഡൗണിന് വേണ്ടി ബാക്കി നിൽക്കുന്നത്. ശുഭാൻശു ശുക്ലയും അടങ്ങുന്ന സംഘം മടങ്ങിയെത്തുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്രപരമായ നിമിഷമാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച, ഇന്റർനാഷണൽ സ്പേസ് സെന്റർ സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം എഴുതി. ഇന്ത്യയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് ഇന്ധനം പകരാൻ ശുഭാൻശു ശുക്ല ഇതാ ഭൂമിയിലേക്ക്, അമ്മ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ന്യൂസ് മലയാളത്തിലൂടെ കാണുന്നത്. ഇനി വെറും 1 കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ് അവർ നിൽക്കുന്നത്. വളരെ വേഗത്തിൽ ആ യാത്ര തുടരുകയാണ്. ശുഭാൻശുവിന്റെ മാതാപിതാക്കളെ ISROയുടെ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ദേശീയ പതാകയുമായി അവർ ആ ശുഭനിമിഷത്തെ കാത്തിരിക്കുകയാണ്. ശുഭാൻശു ശുഭമായി എത്തുകയാണ്. അശുഭമായി പല കാര്യങ്ങൾ ശുഭാൻശുവിടെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മടക്കയാത്ര ഇതാ ശുഭമായി പര്യവസാനിക്കുകയാണ്. അതിന്റെ അവസാന നിമിഷങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ അമ്മയുടെ മുഖത്ത് ഇത്രയധികം മനുഷ്യരുടെ, കോടിക്കണക്കിന് മനുഷ്യരുടെ, ഇന്ത്യക്കാരുടെ മുഴുവൻ പ്രതീക്ഷകൾ അമ്മയുടെ മുഖത്ത് അത് വികാരമായി ഉരുണ്ടൊലിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഇനി വെറും 1 കിലോമീറ്ററിൽ താഴെ ഉയരത്തിൽ മാത്രമാണ് ശുഭാൻശുവിന്റെ ഉൾപ്പെടെയുള്ള ഡ്രാഗൺ പേടകം ഉള്ളത്. ഏത് നിമിഷവും ഇപ്പോൾ സ്പ്ലാഷ് ഡൗൺ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ 27 കിലോമീറ്ററിലേക്ക് പേടകത്തിന്റെ വേഗം കുറഞ്ഞിരിക്കുകയാണ്. You mentioned these beautiful visual confirmations that we're getting. An important aspect of today's specific splashdown is that it's occurring under 4 പാരച്യൂട്ടുകളും വിടർന്നിരിക്കുകയാണ്. വേഗത പൂർണ്ണമായി കുറയ്ക്കുകയും 4 പാരച്യൂട്ടുകളും വിടർന്നിരിക്കുകയാണ്. ആദ്യം 1, 2, 3, 4 എന്ന വിധത്തിലായിരുന്നു പാരച്യൂട്ടുകൾ വിടർന്നിരുന്നത്. അപ്പോൾ 4 പാരച്യൂട്ടുകളും പൂർണ്ണമായി വിടർന്ന് അത് ആ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുകയാണ് എന്നുള്ളതാണ്. കേവലം 0.6 കിലോമീറ്റർ ഉയരത്തിൽ മാത്രമാണ്, അതായത് ഭൂമിയിൽ നിന്ന് ആ സ്പേസ് എക്സിന്റെ കപ്പലിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ഉയരത്തിലേക്ക് ഇതാ ശുഭാൻശുവും സംഘവും എത്തിയിരിക്കുകയാണ്. അല്പസമയത്തോടകം തന്നെ ഭൂമിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും ആക്സിയം 4 മിഷൻ ടീം നമുക്ക് ലഭ്യമാക്കുമെന്ന് തന്നെ കരുതുകയാണ്. ഏറെ സന്തോഷത്തോടു കൂടി ശുഭാൻശുവിന്റെ മാതാപിതാക്കളും ഭാര്യയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യക്കാർക്കൊപ്പം തന്നെ അഭിമാനപൂരിതരായി അവർ നിൽക്കുകയാണ്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ പരിവേഷണത്തിന് നേതൃത്വം നൽകാൻ പോകുന്ന ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ് ക്യാപ്റ്റൻ, ടെസ്റ്റ് ക്യാപ്റ്റൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ, കമാൻഡർ ശുഭാൻശു ശുക്ല ഇതാ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചിരിക്കുന്നു. ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ് ശുഭാൻശു ശുക്ലയും സംഘവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശുഭാൻശു ശുക്ലയും സംഘവും ഭൂമിയിലേക്ക് എത്തുകയാണ്. സ്പ്ലാഷ് ഡൗൺ ഇതാ സംഭവിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് താഴെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ നമുക്ക് അത് ഒരു ചെറിയ ഒരു ചുവന്ന പൊട്ട് പോലെ, പാരച്യൂട്ടുകൾക്കിടയിലൂടെ ചുവന്ന പൊട്ടുകൾ കൂടെ പോലെ താഴേക്ക് ഇറങ്ങുന്നത് കാണാൻ സാധിക്കുന്നു. സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുകയാണ്. താഴെ നിന്ന് കപ്പലിൽ നിന്ന്, സ്പേസ് എക്സിന്റെ കപ്പലിൽ നിന്ന് ടോർച്ച് അടിച്ചുകൊണ്ട് ശുഭാൻശുവിനെയും സംഘത്തെയും ശുഭമായി സ്വീകരിക്കുകയാണ് ലോകം. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ശുഭാൻശു ശുക്ലയും സംഘവും ഇതാ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. ശുഭാൻശു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് സ്വപ്നം കാണുന്നതിന് വേണ്ടി
നൂറുകണക്കിന് കോടി ഇന്ത്യക്കാർക്ക് സ്വപ്നം കാണുന്നതിന് വേണ്ടി ഒരു പിടി മോഹങ്ങളുമായി, ഒരു പിടി പരീക്ഷണങ്ങളുമായി, ഒരു പിടി ഫലങ്ങളുമായി ശുഭാൻശു ശുക്ല എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാന പുത്രൻ ഇതാ മടങ്ങിയെത്തുകയാണ്. ഭൂമിയെ തൊടുകയാണ്. ആക്സിയം 4 ദൗത്യം ഭൂമിയെ ചുംബിക്കുകയാണ്. ആക്സിയം 4 ദൗത്യം ഡ്രാഗൺ പേടകം ഇതാ തൊട്ടിരിക്കുകയാണ്. ഭൂമിയെ തൊട്ടിരിക്കുകയാണ്. കടലിൽ ഇറങ്ങിയിരിക്കുകയാണ്. സ്പ്ലാഷ് ഡൗൺ നടന്നിരിക്കുകയാണ്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊണ്ടുയരുന്ന നിമിഷമാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന്റെ സ്ക്രീനിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അമ്മയുടെ കണ്ണുകൾ നോക്കൂ. അമ്മയുടെ കണ്ണുകൾ അഭിമാനം കൊണ്ടാണ് നിറഞ്ഞ് ഒഴുകുന്നത്. അവരുടെ മകൻ ഒരു മനുഷ്യന് സാധ്യമാകുന്ന ഏറ്റവും ഉയരത്തിലേക്ക് പറന്നുയർന്ന് അവിടെ നിന്ന് കോടാനുകോടി കിലോമീറ്ററുകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് ആ അമ്മയെ നോക്കി പറഞ്ഞു, സാരേ ജഹാൻ സെ അച്ഛ. അതാണ് ശുഭാൻശു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതു നാടുകളെക്കാൾ ഉയരത്തിലാണ് എൻ്റെ ഭാരതം എന്ന് ശുഭാൻശു ലോകത്തോട് പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ലോകത്തോട് പറഞ്ഞു, ഇന്ത്യയോട് പറഞ്ഞു. ശുഭാൻശുവിനൊപ്പം മറ്റു സഹയാത്രികർ, അമേരിക്കയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതാ ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആക്സിയം 4 ദൗത്യം ഇതാ വിജയിച്ചിരിക്കുകയാണ്. ബഹിരാകാശത്തിൽ വെച്ച് സസ്യങ്ങളുടെ വളർച്ച ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില പരീക്ഷണങ്ങളും ശുഭാൻശു ശുക്ലയും സംഘവും നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതെ, വെൽക്കം ബാക്ക് ശുഭാൻശു. ഭൂമിയിലേക്ക് സ്വാഗതം. സാധാരണ മനുഷ്യർക്കൊന്നും നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. ഭൂമിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇതാ ഞങ്ങളുടെ നാട്ടിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, ഭൂമിയിലേക്ക് സ്വാഗതം. ശുഭാൻശു, വെൽക്കം ബാക്ക് ശുഭാൻശു.